Hello students, welcome to Masters Academy. Today we are going to study the remaining topics from our chapter Acid, Bases and Salts. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആസിഡും അതുപോലെ ബേസിറ്റി ഓഫ് ആസിഡ്സും ആസിഡ് റെയിൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ പാർട്ടുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് അല്ലേ. ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ് ഈസ് റെഡ്. അതുപോലെ എന്താണ് ആസിഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിരുചിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൽക്കലീസ്. ഇപ്പോൾ ആൽക്കലീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആൽക്കലീസിൻ്റെ ലിറ്റ്മസ് പേപ്പറിലെ കളർ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലീസ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ഇപ്പോൾ റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. ആൽക്കലി റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. അത് മാത്രമല്ല ആൽക്കലീസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ബിറ്റർ ടേസ്റ്റും ആയിരിക്കും. അതെല്ലാം എന്താണ്? സ്ലിമ്മി, ഒരു വഴുവഴുപ്പുള്ള സബ്സ്റ്റൻസും ആയിരിക്കും ഈ ആൽക്കലീസ് പറയുന്നത്. So substances like lime water which turn red litmus blue called alkalis and they have a bitter taste and slimy. അപ്പോൾ ആൽക്കലിക്ക് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ലൈം വാട്ടർ എന്ന് പറയുന്നത്. സോ ആൽക്കലിയുടെ പ്രത്യേകത ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ആൽക്കലിയിൽ ബ്ലൂ ആയിരിക്കും, ടേസ്റ്റ് ബിറ്റർ ആയിരിക്കും, അതുപോലെ സബ്സ്റ്റൻസ് സ്ലിമ്മി ആയിരിക്കും. നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നോക്കാം. നിങ്ങളൊരു മഗ്നീഷ്യം റിബൺ എടുത്തിട്ട് അതെന്താണ്? ബേൺ ചെയ്യിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? വെൻ മഗ്നീഷ്യം റിബൺ ബേൺസ് വി ഗെറ്റ് മഗ്നീഷ്യം ഓക്സൈഡ്. Then this magnesium oxide when reacts with water we get magnesium hydroxide. ഈ magnesium oxide വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് magnesium hydroxide ആണ്, MgOH twice. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വെൻ ആസിഡ് അതായത് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആയ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ആസിഡ്സ് ആണ് അല്ലേ. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ വി ഗെറ്റ് കാർബോണിക് ആസിഡ്. ഇൻ ദ സിമിലർ വേ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ദെൻ ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ബ്ലൂ ആണെന്ന് കാണാം. അതായത് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് നേച്ചറാണ് അല്ലേ. നേച്ചർ ബേസിക് ആണ്. എഗെയിൻ നമുക്ക് നോക്കാം. കാൽസ്യം ഓക്സൈഡ് വെൻ റിയാക്ട്സ് വിത്ത് വാട്ടർ വി ഗെറ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH twice ആണ്. CaOH twiceന് നമ്മൾ പറയുന്ന പേരാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ എന്താണ് നേച്ചർ എന്ന് പറയുന്നത്? ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും. അതായത് നേച്ചർ ബേസിക് ആയിരിക്കും. അപ്പോൾ ഇത് ഈ മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, ഇതൊക്കെ എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ? നിങ്ങൾക്കറിയാം ഇതെല്ലാം എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. That means when metallic oxides reacts with water we get the product whose nature is basic. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. സോ നമ്മുടെ മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, ഇതെല്ലാം എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. നിങ്ങൾ കണ്ടു എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിൻ്റെ നേച്ചർ ബേസിക് ആണ്. പക്ഷേ ഈ ബേസിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് എല്ലാം ആൽക്കലീസ് ആണോ? അല്ല. എല്ലാ ബേസിക് നേച്ചറുള്ള വസ്തുക്കളും അല്ലെങ്കിൽ സബ്സ്റ്റൻസും ആൽക്കലീസ് അല്ല. ദ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. ഇപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസ്, അതിന് മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ്? എല്ലാ ബേസസിനെയും വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത ബേസസും ഉണ്ട്. സോ ദ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. അത് മറന്നു പോകരുത്. അപ്പോൾ എല്ലാ ബേസസും എന്തല്ല? ആൽക്കലീസ് അല്ല. ദ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. ഫ്രം ദ ഓക്സൈഡ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടു മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് ബേസിക് ഓക്സൈഡ്സ്. ഇതിൽ മെറ്റാലിക് ഓക്സൈഡ്സ് എന്തൊക്കെയാണ്? K2O അല്ലേ, പൊട്ടാസ്യം ഓക്സൈഡ്, അതെന്താണ്? മെറ്റാലിക് ഓക്സൈഡ് ആണ്. SO2 നമ്മൾ കണ്ടു, അതെന്താണ്? അസിഡിക് ആണ് അല്ലേ. P2O5 അഗെയിൻ അസിഡിക് ആണ്. ഇനി MgO എന്താണ്? ബേസിക് ഓക്സൈഡ് ആണല്ലോ. ദെൻ കാൽസ്യം ഓക്സൈഡ് ബേസിക് ആണ്. NO2 എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പോൾ ബേസിക് ഓക്സൈഡ്സ് ആണ് KO2, MgO, ദെൻ കാൽസ്യം ഓക്സൈഡ്. ഇത് മൂന്നും എന്തിന് എക്സാമ്പിളാണ്? ബേസിക് ഓക്സൈഡ്സിന് എക്സാമ്പിളാണ്.
ദെൻ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് എ കോമൺ ഫാക്ടർ ഇൻ ആൽക്കലി. നമ്മൾ ആസിഡിലെ കോമൺ ഫാക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? ആസിഡിലെ കോമൺ ഫാക്ടർ എന്താ? ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും നൈട്രിക് ആസിഡ് ആണെങ്കിലും എല്ലാത്തിലെയും കോമൺ ഫാക്ടർ എന്താ? ഹൈഡ്രജൻ ആണ് എല്ലാത്തിലെയും കോമൺ ഫാക്ടർ. അതുപോലെ ആൽക്കലീസിൽ എന്താണ് കോമൺ ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല ഈസ് NaOH. ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CaOH ട്വൈസ് ആണ്. ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NH4OH ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് KOH. ഇതിലെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് എന്താ കാണുന്നത്? ഇതിൽ എന്തുണ്ട്? OH കോമൺ ആണ്, ഇതിൽ OH കോമൺ ആണ്, NH4OH OH കോമൺ ആണ്, ഇതിലും OH കോമൺ ആണ്. അതായത് എല്ലാത്തിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ? OH ആണ് കോമൺ. അതായത് ഹൈഡ്രോക്സൈഡ് ആണ് എന്തിൽ കോമൺ ആയിട്ടുള്ളത്? ആൽക്കലീസിൽ കോമൺ ആയിട്ടുള്ളത്. ആസിഡ്സ് ആണെങ്കിൽ ഹൈഡ്രജനും ആൽക്കലീസ് ആണെങ്കിൽ ഹൈഡ്രോക്സൈഡും ആണ് കോമൺ. നിങ്ങൾ രണ്ടിനെയും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ പഠിക്കുന്നത് എളുപ്പമായിരിക്കും, മറന്നു പോകുകയില്ല. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസസ് ആൻഡ് ആൽക്കലീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ആൽക്കലീസ് എന്ന് പറയുന്നത്? എന്താ? ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലേ? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസ് ആണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ ആൽക്കലീസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എല്ലാ ബേസസും എന്ത് ചെയ്യുന്നില്ല? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ബേസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? AlOH ത്രൈസ്, ദെൻ CuOH ട്വൈസ്. ഇതൊക്കെ എന്താണ്? നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ആണ്. അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത്. പക്ഷെ ഇതെല്ലാം എന്താണ്? ബേസ് ആണ്. അപ്പം എല്ലാ ബേസും എന്തല്ല? ആൽക്കലീസ് അല്ല. ഇനി ചില ബേസസ് ഉണ്ട്. ചില ബേസസിന്റെ പ്രോപ്പർട്ടി, മെറ്റാലിക് ഓക്സൈഡ്സിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? അവയ്ക്ക് എന്തിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവും? ബേസിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവും, അതുപോലെ ആസിഡിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു മെറ്റാലിക് ഓക്സൈഡിന് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ബേസിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ? എല്ലാ മെറ്റാലിക് ഓക്സൈഡ്സും ബേസിക് ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം അതിന് ബേസിക് ആണ് നേച്ചർ. പക്ഷേ ചില മെറ്റാലിക് ഓക്സൈഡ്സ് ക്യാൻ എക്സിബിറ്റ് ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ആൻഡ് ആസിഡ്. അങ്ങനെയുള്ള മെറ്റാലിക് ഓക്സൈഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ആംഫോടെറിക് ഓക്സൈഡ്സ്. Amphoteric oxides are substances which can exhibit both the properties of base and acid. അവർക്ക് എക്സാമ്പിൾ ആണ് Al2O3, then zinc oxide, etc. അപ്പോൾ ഇതിനെന്തായിരിക്കും? They can react with acids as well as base. ആസിഡ്സിനും ബേസുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബേസസും ആൽക്കലീസും തമ്മിലുള്ള ഡിഫറൻസ്. നോക്കിക്കേ, all bases are not alkalis. Water soluble bases are called alkalis. Alkalis example ആണ് sodium hydroxide, potassium hydroxide. Then the bases which are not dissolved in water അല്ലെങ്കിൽ not soluble in water എന്ന് പറയുന്നത് AlOH thrice ഉം CuOH twice ആണ്. Then what are amphoteric oxides? Metallic oxides which exhibit both the properties of acidic as well as basic character are known as amphoteric oxides. Examples are Al2O3, zinc oxide, etc. They can react with acids as well as bases. The important ആണ് ബേസസും ആൽക്കലീസും തമ്മിലുള്ള ഡിഫറൻസ്. ആസിഡ്സിന്റെ അയണൈസേഷൻ ഇക്വേഷൻ എഴുതിയത് ഓർക്കുന്നുണ്ടോ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ അത് അയണൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? H+ അയോണും അതുപോലെ Cl- അയോൺ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കലീസിന്റെ അയണൈസേഷൻ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഒരു ആൽക്കലി ആണല്ലോ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് അയണൈസ് ചെയ്യുമ്പം എന്തൊക്കെ ഉണ്ടാവും? Na+ അയോൺ ഉണ്ടാവും, അതുപോലെ OH- അയോണും ഉണ്ടാവും. ഈ OH- അയോൺ, ദിസ് OH- അയോൺ ഈസ് നോൺ ആസ് ഹൈഡ്രോക്സൈഡ് അയോൺ. OH- അയോണിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹൈഡ്രോക്സൈഡ് അയോൺ. അതുപോലെ നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഒന്ന് എഴുതി വയ്ക്കാമല്ലോ. CaOH ട്വൈസ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അത് അയണൈസ് ചെയ്യുമ്പോൾ Ca2+ ഉണ്ടാവും, കൂടെ എന്തുണ്ടാവും? 2OH- അയോണും ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന അയോൺ ഏതാണ്? ഇവിടെ OH- കോമൺ ആണ്, ഇവിടെയും OH- കോമൺ ആണ്. So, which is a common ion release when alkalis dissolve in water? Alkalis വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം റിലീസ് ചെയ്യുന്ന കോമൺ അയോൺ എന്ന് പറയുന്നത് OH- ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. നമുക്കിവിടെ എന്ത് എഴുതാം? ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. നമ്മൾ ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയണൈസ് ചെയ്യുമ്പം ഉണ്ടാവുന്നത് H+ അയോൺ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് OH- അയോൺ ആണ്. ആണെങ്കിൽ നമുക്ക് ആൽക്കലീസിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ആൽക്കലീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ എക്വസ് സൊല്യൂഷൻ. അല്ലേ, നമ്മൾ NaOH എന്തായിട്ടാണ് മാറുന്നത്?
Na+ഉം അതുപോലെ OH- ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എന്തിൻ്റെ കോൺസെൻട്രേഷൻ എക്വസ് സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്യുക? OH- അയോൺസ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എക്വസ് സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ആസിഡിൻ്റെ ഡെഫിനിഷനും പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇൻ എക്വസ് സൊല്യൂഷൻ. അപ്പോൾ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ആസിഡും, OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ അത് എന്തായിരിക്കും? ആൽക്കലീസും ആയിരിക്കും. കാണാതെ പഠിച്ചു വെക്കേണ്ട കുറച്ച് കോമൺ നെയിംസും അതുപോലെ കെമിക്കൽ ഫോമുലയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കോമൺ നെയിം തന്നിട്ട് അത് ഏത് സബ്സ്റ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ കാസ്റ്റിക് സോഡ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. ഇപ്പോൾ കെമിക്കൽ നെയിം ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കെമിക്കൽ ഫോമുല ഈസ് NaOH. ദെൻ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH2 അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡിനാണ് നമ്മൾ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ് കാസ്റ്റിക് പൊട്ടാഷ്. അപ്പോൾ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ടോപ്പിക് ഈസ് അറീനിയസ് തിയറി. ഇപ്പോൾ അറീനിയസ് തിയറി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ആസിഡ്സിൻ്റെയും ബേസിസിൻ്റെയും അയണൈസേഷൻ ഇക്വേഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൺസിഡർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് എന്തൊക്കെയായിട്ട് അയണൈസ് ചെയ്യും? H+ അയോൺസും അതുപോലെ Cl- അയോൺസ് ആയിട്ട് അയണൈസ് ചെയ്യും. ദെൻ വാട്ട് അബൌട്ട് KOH? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തായിട്ട് മാറും? K+ഉം OH- ആയിട്ട് മാറും. H2CO3 ആണെങ്കിൽ എന്താവും? 2H+ plus CO3 2-. ദെൻ NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താവും? NH4+ plus OH-. ദെൻ HNO3 എന്തായിട്ട് മാറും? H+ഉം NO3- ആയിട്ട് മാറും. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ കാണുന്നത് എന്താണ്? ആസിഡ് ആണെങ്കിൽ അല്ലെ, HCl ഒരു ആസിഡാണ്. ആസിഡ് ആണെങ്കിൽ H+ അയോണും അതുപോലെ Cl- ആയിട്ട് മാറും. ഇനി ആൽക്കലി ആണെങ്കിൽ എന്തായിരിക്കും? K+ഉം അവിടെ ഉണ്ടാവുന്നത് OH- അയോണാണ്. ആസിഡ്സിൽ H+ അയോൺ റിലീസ് ചെയ്യും, ആൽക്കലി ആണെങ്കിലോ OH- അയോണും റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത്? അറീനിയസ് തിയറിയിൽ പറയുന്നത്. ആസിഡ്സ് ക്യാൻ റിലീസ് H+ അയോൺസ്, ദെൻ ആൽക്കലീസ് ക്യാൻ റിലീസ് OH- അയോൺ. ഈ തിയറിയാണ് അറീനിയസ് തിയറി എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് അറീനിയസ് തിയറി എന്താ നോക്കിയാലോ. ഇൻ 1887 the Swedish scientist Svante Arrhenius put forward a scientific theory regarding acids and bases. He proposed that any acid or base, when dissolved in water, dissociate into ions. According to this theory, acids are substances which liberate H+ ions in aqueous solution, and bases are substances which liberate OH- ions in aqueous solution. അപ്പോൾ അറീനിയസ് തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആസിഡ് ആയാലും ബേസ് ആയാലും എന്താണ്? വാട്ടറിൽ എന്ത് ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതായത് HCl ആണെങ്കിൽ കറസ്പോണ്ടിങ് അയോൺസ് ആയി H+ഉം Cl- ആയിട്ട് മാറും. NaOH ആണെങ്കിലോ Na+ഉം OH- അയോൺസും ആയിട്ട് മാറും. ഇതിൽ ആസിഡിൻ ബേസിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ലിബറേറ്റ് H+ അയോൺസ്. H+ അയോൺസിനെ ലിബറേറ്റ് ചെയ്ത ആസിഡാണ്. ദെൻ ആൽക്കലീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ലിബറേറ്റ് OH- അയോൺസ് ഇൻ aqueous സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ അറീനിയസ് തിയറി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അറീനിയസ് തിയറി? According to Arrhenius theory, acids and bases dissolve in water and it dissociate into its ions. Then acids are substances which can liberate H+ ions, and bases are substances which can liberate OH- ions. This theory is known as Arrhenius theory. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുതേ. ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബാക്കി സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching. Have a wonderful day.